ഇവരുടെ പ്ലാൻ എന്തായിരുന്നു? വലിപ്പ നിമിഷപ്രിയ വിവാദമൊക്കെ കത്തിച്ച് നിർത്തിയത് അതിലൂടെ കച്ചവടം നടത്താനാണ്. അതിനാ കച്ചവടത്തിന്റെ മഹത്വമൊക്കെ പറഞ്ഞു കൊടുത്ത് എന്നിട്ട് ഉമർ ഹഫീൽ വരുന്നു എന്നാ പറഞ്ഞു. ഉമർ ഹഫീൽ വരുന്നു. മൂപ്പരവിടെ മൂപ്പരേതായ രൂപത്തിൽ ജീവിക്കുമ്പോ അവിടെ പോയി മൂപ്പരെയും സ്വീപ്പാക്കി വരും. ഉമർ ഹഫീൽ വരുന്നു എന്ന് പത്രക്കാരോട് പറഞ്ഞു. സെപ്റ്റംബർ 4 കോഴിക്കോട്ടെത്തും. പത്രസമ്മേളനം നടത്തി വാർത്തയിൽ വന്നു എന്ന് മാത്രമല്ല, മൗലിദുൽ അക്ബർ, വലിയ മൗലിദ്, ചെറിയ പരിപാടി ഇല്ലല്ലോ, അതിൽ പ്രസംഗിക്കുന്ന പ്രസംഗം തന്നെ എന്താ കേട്ടു നോക്കൂ നിങ്ങൾ. യമനിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാകാൻ കാരണക്കാരനായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ബന്ധപ്പെട്ട ഷെയ്ഖ് ഉമർ ബിൻ ഹഫീദ് 4-ാം തീയതി കോഴിക്കോട്ട് എത്തുന്നു എന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമന്റ് കൂടി പറയുന്നോ എന്ന് ഞാൻ നോക്കി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട കാന്തപുരം അപ്പൊ ഏതായാലും 4-ാം തീയതി എത്തുന്നു. ഇപ്പൊ കുറച്ചായിട്ട് പണ്ടത്തെ പോലെ ഇതൊന്നും ഫലിക്കണില്ല. 4-ാം തീയതി ഇന്നിപ്പോ മാസം 13 എന്തായാലും കോഴിക്കോട്ട് എത്തുന്നാ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് എവിടെ ഉമർ ഹഫീദ്? എന്താ മൂപ്പര് വരാത്തത്? ഞാൻ എന്തിനാ അത് പറയണോ? നിങ്ങൾ വലിയ ആളല്ലേ, അത് നിങ്ങൾ വിചാരിച്ച ആളല്ല. ഇവിടെ കുറ്റ്യാടി വന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് തലപ്പാവ് കെട്ടിക്കൊടുത്ത് ഷെയ്ഖായി അംഗീകരിച്ച ആളാണ്. ഷെയ്ഖ് ഇല്ല സംഭവം, എന്നാലും തലപ്പാവൊക്കെ ഒന്ന് കെട്ടിച്ചതാ. നിങ്ങൾ മനസ്സിലാക്കണം, വലിയ ഷെയ്ഖാ. കുട്ടിപ്പടയിലെ ഖലീൽ തങ്ങൾ പറഞ്ഞ എന്താ? മൂപ്പര് ദ്വാരുന്നാൽ ഉടനെ ഉത്തരം എന്നാണ്. വലിയ വലിയ മഹത്വമൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞേ, ഒന്ന് വെച്ചെടുക്കും മൂപ്പര ആ മഹത്വമൊക്കെ ഒന്ന്. ഞാൻ സംസാരം ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഒരു സുവർണാവസരം. ഇന്ന് ലോകത്ത് ഉത്തരം ലഭിക്കുന്നതിൽ ഏറ്റവും വലിയ മഹാനാണ് മഹാനായ ഉമർ തങ്ങൾ. മഹാനവൾ 25 കൊല്ലം മുമ്പ് മഅദിനിൽ കുറ്റിയടിച്ചു എന്നതാണ് മഅദിന്റെ വലിയൊരു വിജയത്തിന്റെ തറക്കൽ. ആദ്യത്തെ ഉത്തരം എന്നാണ് നിങ്ങളെ വാദമാണ് ഞാൻ പറയുന്നത്. മൂപ്പരെ സ്വീപ്പാക്കാനുള്ള പല പദ്ധതികൾ, അതേപോലെ എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത ആള് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇന്നും നേരിട്ട് പറയാൻ അധികാരമുള്ള ആള് എന്നൊക്കെയാ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഉമർ ഹഫീദ് വരും നിങ്ങൾ പറയുന്നു, ദുആക്ക് ഭയങ്കര ഉത്തരണ്ട് എന്നും പറയുന്നു. റസൂലുള്ളാഹിനോട് തന്നെ പറഞ്ഞ വേഗം ഉത്തരാകുന്നും പറയുന്നു. നിങ്ങളെ ഭാഷയിലാണ് ചോദ്യം. എന്നിട്ട് എന്തേ നിങ്ങൾക്ക് 4-ാം തീയതി കോഴിക്കോട് കൊണ്ടുവരാൻ കഴിയാതായത്? 13-നും എത്താതിരുന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വന്യരായ ശൈഖുന അതിശക്തമായ നിങ്ങളുടെ ഔലിയാക്കളെ വെല്ലുവിളി നടന്ന അന്ന് നിങ്ങളെ നേതാവിനെതിരെ പ്രസംഗിച്ചപ്പോ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ ശൈഖുന ഇനി ഇറങ്ങി വരുന്നത്, റോട്ടിൽ നടക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾ? ശൈഖുന നടക്കുകയാണ്, യാത്ര തുടരുകയാണ്. പരസ്യമായി പൂനൂരിലും അതുപോലെ കൂട്ടായിലും എല്ലാ സ്ഥലത്തും ശൈഖുനയുണ്ട്. പക്ഷേ ദ്വാരനാൽ ഇപ്പൊ ഉത്തരം കിട്ടുന്നറിഞ്ഞ് നിങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞ ആളില്ലേ നിങ്ങളെ ശൈഖ്? എന്താ ഇറങ്ങാത്തത്? ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാ, മൂപ്പര് ഇന്ത്യയിലേക്ക് വരണോ വരണ്ടേ എന്ന് ഇനി ലോകം ഭരിക്കുന്ന ഇന്നത്തെ മശായിഖുമാര് തീരുമാനിക്കും. അതിന്റെ അപ്പുറം നിങ്ങൾക്ക് തീരുമാനിച്ച് വരി കഴിയൂല നിങ്ങൾക്ക്. ഞങ്ങളെ ശൈഖുന എവിടെ ഇറങ്ങണമെന്നും മൂപ്പര് ഇറങ്ങണ്ടെന്നും ഒക്കെ തീരുമാനിക്കുന്ന ഉന്നതാധികാരികളായ മശായിഖുമാർ ഇവിടെ ഉണ്ട് എന്നത് നിങ്ങൾ മറക്കണ്ട. അപ്പൊ അതൊന്നും നിങ്ങൾ കൊണ്ടുവരുന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളത്.